നമ്മുടെ എല്ലാം മനസ്സ് ദുർബലമായാൽ അധികം താമസമില്ലാതെ തന്നെ അത് ശരീരത്തെയും തളർത്തും. വളരെ ഉയർന്ന വിദ്യാഭ്യാസം നേടിയവർ പോലും ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും തളർന്നു പോകുന്നതും ആത്മഹത്യയ്ക്ക് വരെ ശ്രമിക്കുന്നതും നമ്മൾ കാണാറുണ്ട്. എത്ര വലിയ ആളുകളായാലും മനോബലം നേടിയെടുക്കാൻ സാധിക്കാത്തവർ അഭിമാനത്തിന് ചെറിയൊരു തട്ട് കിട്ടിയാൽ തന്നെ തകർന്നു പോകും. അഭിമാനത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ഒക്കെ അടിത്തറയിൽ ജീവിതം കെട്ടിപ്പടുക്കാൻ ശ്രമിച്ചാൽ അവരെ ആർക്കും എളുപ്പം തളർത്താൻ സാധിക്കും. ആന്തരികമായ കരുത്ത് നേടാത്തവർ നേടുന്ന ധനത്തിനെയോ അറിവിനെയോ ഒന്നും ശരിയായ സമയത്ത് പ്രയോജനപ്പെടുത്താൻ സാധിക്കുകയില്ല. എന്നാൽ മനോബലമുള്ളയാൾ എന്തൊക്കെ സംഭവിച്ചാലും പ്രതിസന്ധികൾ മുഴുവൻ പുഞ്ചിരിച്ചുകൊണ്ട് നേരിടാൻ സന്നദ്ധനായിരിക്കും. മനസ്സ് ശുദ്ധമായിരിക്കുമ്പോൾ മാത്രമേ ഒരു കാര്യം നേടണമെന്ന ഇച്ഛാശക്തി നമുക്കുണ്ടാവുകയുള്ളൂ. ഈ ഇച്ഛാശക്തിയാണ് പല വഴി ഓടിക്കൊണ്ടിരിക്കുന്ന മനസ്സിനെ ഒരു ലക്ഷ്യത്തിലേക്ക് ഏകോപിപ്പിച്ചു കൊണ്ടുപോകുന്നത്. മനസ്സ് ശുദ്ധമല്ലാത്ത അവസ്ഥയിൽ എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന ആശയക്കുഴപ്പത്തിൽപ്പെട്ട് നമ്മുടെ ഇച്ഛാശക്തി തന്നെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്.